നമസ്കാരം. ഞാൻ അമീർ കൊടിബയിൽ, കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉറുദു അധ്യാപകനും KUTA കാസർഗോഡ് ജില്ല IT കോർഡിനേറ്ററും കൂടിയാണ്. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അക്കാദമിക് കൗൺസിലിന്റെയും IT വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉറുദു ടീച്ചേഴ്സിനുള്ള ഓൺലൈൻ പരിശീലന ക്ലാസിന്റെ ഒന്നാമത്തെ ദിവസമായ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു സുപ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിന് ബദൽ സംവിധാനം എന്നോണം നമ്മൾ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തവരാവാം. എങ്ങനെ ഫലപ്രദമായി ഓൺലൈനിലൂടെ കുട്ടികളുമായി സംവദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും വളരെ സുരക്ഷിതവുമായ ഒരു ആപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് രീതിയിലൂടെ നമുക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിലൂടെയും, രണ്ട് നമുക്ക് ലാപ്ടോപ്പിലൂടെയാണ് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ലാപ്ടോപ്പിലൂടെ ഒരു ഗൂഗിൾ മീറ്റിംഗ് സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. ഗൂഗിൾ മീറ്റിംഗിലൂടെ എങ്ങനെ ക്ലാസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതും, നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു ഓഡിയോ, അതല്ലെങ്കിൽ വീഡിയോ, അതല്ലെങ്കിൽ ചിത്രം, മറ്റു ഫയലുകളൊക്കെ കുട്ടികളുമായി എങ്ങനെ സ്ക്രീനിലൂടെ പങ്കുവെക്കാം എന്നുള്ളതും, അതോടൊപ്പം നമ്മൾ ഓഫ്ലൈനിലൂടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ബോർഡ് ഉപയോഗിക്കുന്നവരാണ്. ഓൺലൈനിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. ബ്ലാക്ക് ബോർഡിന് പകരം വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ തന്നെ ജാം ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുമായി ബോർഡ് നമുക്ക് നേരിട്ട് എഴുതാനും കുട്ടികൾക്ക് എഴുതാനുള്ള അവസരം നൽകാനുമുള്ള ഓപ്ഷന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ലാപ്ടോപ്പിലൂടെ നമ്മൾ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുന്ന സമയത്ത്, ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന സമയത്ത് നിർബന്ധമായും നമ്മുടെ ലാപ്ടോപ്പിനകത്ത് വൈഫൈ സൗകര്യമോ അല്ലെങ്കിൽ നെറ്റ് സൗകര്യമോ ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലൂടെ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് നെറ്റ് ഉറപ്പുവരുത്തിയത്. ഇനി നമുക്ക് ആപ്ലിക്കേഷനകത്ത് ഇൻ്റർനെറ്റ്, അതിനകത്ത് ഒരുപാട് ബ്രൗസറുകൾ കാണാം. നമുക്ക് ഏറ്റവും നല്ലത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ജാലകം തുറന്നു വരും. ഇവിടെ നമ്മൾ meet.google.com ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതുണ്ട്. ഇത് ഞാൻ എൻ്റർ അമർത്തും. അന്നേരം ഇത്തരത്തിലുള്ള ഒരു ജാലകമാണ് തുറന്നു വരുന്നത്. ഇവിടെ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ഒരു മെയിൽ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെയിൽ മുഖാന്തരം മാത്രമേ നമുക്ക് മീറ്റിംഗ് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ എൻ്റെ മെയിൽ ബോധപൂർവം സൈൻ ഔട്ട് ചെയ്ത് വെച്ചതാണ്. കാരണം ഇത് നിങ്ങൾക്കും ഒരുപക്ഷെ സംശയം വരും, അതുകൊണ്ടാണ് സൈൻ ഔട്ട് ചെയ്തത്. ഇത് സൈൻ ഇൻ ചെയ്യേണ്ടതല്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നില്ല, ഈ അമീർ കൊടിബയിൽ നിന്നുള്ളത് കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു അക്കൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, യൂസ് ആൻ അതർ അക്കൗണ്ട് എന്നുള്ളത് കാണാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് അടിച്ചു കൊടുത്തു. മെയിലിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗൂഗിൾ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റൂ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ മെയിലിൽ ലോഗിൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ കോഡാണ് ഈ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് എൻ്റെ കയ്യിൽ വെക്കുന്നു. ഇതാ കോപ്പി ചെയ്തു. ഇനി ജസ്റ്റ് ഈ ഒരു ജാലകം ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഇത് കാണുന്നത് ടേൺ ഓഫ് മൈക്രോഫോൺ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് ഓൺ ചെയ്താൽ മതി. മറ്റു സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ സംസാരിക്കുന്ന സമയത്ത് ഇത് കോൾ എൻഡ് ചെയ്യുന്നതാണ്, ലീവ് കോളാണ്, ഇത് ചെയ്യാൻ പാടില്ല.
ഇതിൻ്റെ തൊട്ടപ്പുറം ടേൺ ഓഫ് ക്യാമറ എന്നുള്ളത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുട്ടികളുടെ അടുത്ത് നിർബന്ധമായിട്ട് പറയണം, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് ഓൺ ചെയ്താൽ മതി, മറ്റു സമയത്ത് ഓഫാക്കി വെക്കുക. അന്നേരം ഈ രീതിയിൽ അവരുടെ ജിമെയിലിനകത്ത് കൊടുത്ത ഫോട്ടോ അതല്ലെങ്കിൽ ഒരു സ്പെല്ലിങ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്തതായിട്ട് കാണിച്ചു തന്നു അല്ലേ. ഇനി ആ ലിങ്ക് നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അയച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് വാട്സപ്പിലൂടെയാണ്. അപ്പോൾ വാട്സപ്പിലൂടെ നമുക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിലേക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിനെ ആക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി പുതിയ ഒരു ടാബ് ഞാൻ തുറക്കുന്നു. എന്താ, ന്യൂ ടാബ് പ്ലസ് ചെയ്യുന്നു. അവിടെ ഞാൻ www.whatsapp.web.com ലോഗിൻ എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്യും. എന്താ, www.whatsapp.web.com. അവിടെ തൊട്ട് താഴെ വാട്സാപ്പ് വെബ് എന്നുള്ളത് കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വാട്സാപ്പ് വെബ് എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ രീതിയിലുള്ള ഒരു ജാലകമാണ് തുറന്നു വരുന്നത്. ഇത് നമുക്കറിയാവുന്ന പോലെ ഒരു QR കോഡാണ്. ഈ QR കോഡ് നമ്മുടെ ഫോണിനകത്ത് വാട്സപ്പിനകത്ത് കയറി ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ മുഴുവൻ ചാറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനൊരു സംഭവം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിലൂടെ ഇതിനകത്ത് സ്കാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇതിനെ സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ എൻ്റെ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് എൻ്റെ ഫോണാണ്. എൻ്റെ ഫോണിലെ ഞാൻ വാട്സപ്പ് എടുക്കുകയാണ്. എൻ്റെ ഫോണിൽ ഞാൻ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലത് ഭാഗത്തായി ഏറ്റവും മുകളിൽ 3 കുത്തുകൾ കാണാം. ആ 3 കുത്തുകൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സാപ്പ് വെബ്, മൂന്നാമത്തെ ഓപ്ഷനായ വാട്സാപ്പ് വെബ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് എ ഡിവൈസ് എന്നുള്ളത് കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഞാൻ വാട്സാപ്പിലേക്ക് പോകുന്നു. സ്കാൻ ചെയ്യേണ്ട ഏരിയയിലേക്ക് വന്നു. ഇവിടെ QR കോഡ് വന്നു. സ്കാൻ ചെയ്തു. മൊബൈൽ സ്കാൻ ചെയ്തു. ഇനി നിമിഷ നേരങ്ങൾക്കുള്ളിൽ എൻ്റെ വാട്സപ്പ് ലാപ്ടോപ്പിനകത്തേക്ക് വരും. വാട്സപ്പിൻ്റെ ചാറ്റ് മുഴുവനും ലാപ്ടോപ്പിനകത്തേക്ക് വരും. അപ്പോൾ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഏത് ക്ലാസ്സിലേക്കാണോ വേണ്ടത് ആ ക്ലാസ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അവിടെ ഒന്നുകിൽ Ctrl+V അമർത്തുക, അതല്ലെങ്കിൽ വലത് ബട്ടൺ അമർത്തിയിട്ട് പേസ്റ്റ് അമർത്തുക. ഓക്കെ, സെൻഡ് അടിച്ചു. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിലേക്ക്, നമ്മുടെ ആ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ മീറ്റിലേക്ക് വരാം. മീറ്റിലേക്ക് വന്നു. ഇപ്പം ഞാൻ നിങ്ങൾ ഇതിനകത്ത് നേരത്തെ അയച്ച ലിങ്ക് വെച്ചിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും എന്താക്കാം, ഈ ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഉപയോഗിച്ച് ആ ലിങ്കിലേക്ക് പ്രവേശിക്കുന്നത് കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇപ്പം നിലവിൽ അയച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലേക്കാണ്. 10ാം ക്ലാസ് ഞാൻ തുറന്നു. അതിൻ്റെ ലിങ്കിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗൂഗിൾ മീറ്റ് എന്നുള്ളത് എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് മീറ്റ് കാണിക്കുന്നു. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് മെയിൽ വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നു. ഞാൻ എൻ്റെ മെയിൽ കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മെയിൽ ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കുക. സോറി, ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ലിങ്കിൽ പ്രവേശിക്കുന്നു. ഗൂഗിൾ മീറ്റ്, എൻ്റെ മെയിൽ. ഇനി നോക്കൂ, വീഡിയോ ഞാൻ ഓഫ് ചെയ്യാണ്, ഓഡിയോ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്.
ജോയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടി അന്നേരം ഇപ്പോൾ 2 ഇത് കാണാം. ഒന്ന് ഞാൻ എൻ്റെ ലാപ്പിൽ കണ്ടക്ട് ചെയ്തത്, ഇത് വാട്സപ്പ് വഴി ജോയിൻ ചെയ്തത് എൻ്റെ ഫോണിലൂടെ. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ഇതിനകത്ത് 2 പേര്, നേരത്തെ ഒരാളാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ എത്ര കുട്ടികൾ, 100 കുട്ടികൾ വരെ പങ്കെടുക്കാം. നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടി പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ 1 by 1 ആയിട്ട് താഴെയായിട്ട് കാണാം. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് പിന്നെ ഓഡിയോ, അവരുടെ പിന്നെ മൈക്രോഫോൺ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അധികാരമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതൊക്കെ അടുക്കി ഒതുക്കി വെക്കുക. നമ്മുടെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു ഫോൾഡർ തയ്യാറാക്കിയിട്ട്, ക്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലസ് ടാബ് അടിക്കുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ മീറ്റ് എന്നുള്ളിടത്ത് പ്ലസ് ടാബ് അടിക്കുന്നു. അതിലേക്ക് ഈ മികവ് എന്നുള്ളത് ഞാൻ വലിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നു. വെറുതെ വലിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ്. ഇത് പ്ലേ ആവുന്നുണ്ട്, ഞാനത് ഓഫ് ചെയ്തു. ഇനി ഒരു പ്ലസ് ടാബും കൂടി അടിച്ചു. അതിനുശേഷം ഞാനിതായി ധീരെ ധീരെ എന്നുള്ള ഈ പാട്ട് MP3 ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി PDF വേണമെങ്കിൽ നമുക്ക് PDF-ഉം ഇത്തരത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും നമുക്ക് ആ രീതിയിൽ തെളിഞ്ഞു വരും. ഇനി നോക്കൂ, ഇത് കുട്ടികൾക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതാണ് മീറ്റിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ ശബ്ദമൊക്കെ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ മോർ ഓപ്ഷൻ എന്നുള്ള ഈ 3 കുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്ങിൽ പോവുക. സെറ്റിങ്ങിൽ പോയിട്ട് മൈക്രോഫോൺ എന്നുള്ളിടത്ത് നിർബന്ധമായും ബിൽറ്റ് ഇൻ ഓഡിയോ അനലോഗ് സ്റ്റീരിയോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അത് തന്നെ വേണം. സ്പീക്കറും ആ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ പ്ലേ ചെയ്യുന്ന വീഡിയോ കുട്ടികൾക്ക് ശബ്ദസഹിതം കാണാൻ വേണ്ടി സാധിക്കും. ഇനി നോക്കൂ, ഈ സ്ക്രീൻ ഇപ്പോൾ ബ്ലാങ്ക് ആണ്. ഇവിടെ നമുക്ക് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു വീഡിയോ ഇട്ട് കൊടുക്കണം. നമ്മൾ പ്രസൻറ്റ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ യുവർ എൻ്റയർ സ്ക്രീൻ എന്നുള്ളത്, മൊത്തം സ്ക്രീൻ കാണിക്കണേ അങ്ങനെ ചെയ്യാം. ഒരു വിൻഡോ മാത്രം കാണിക്കാൻ അങ്ങനെ ചെയ്യാം. ഒരു ടാബാണ് കാണിക്കേണ്ടതെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടാബാണ് കൊടുത്തിരിക്കുന്നത്. ടാബ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വലിച്ചിട്ട കവിതകളും അതേപോലെ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. എത്ര ടാബ് ഉണ്ടോ അത്ര ടാബ് നമുക്ക് ഇതിനകത്ത് കാണാം. നോക്കൂ, മീറ്റ് എന്നുള്ള 1ാമത്തെ ടാബ്, പിന്നെ ബ്രിഡ്ജ് എന്നുള്ളത് 2ാമത്തെ, ധീരെ ധീരെ എന്നുള്ള 3ാമത്തെ, മികവ് എന്നുള്ളത് 4ാമത്തെ, സ്ക്രീൻ കാസ്റ്റ്, അതേപോലെ വാട്സാപ്പ്. നമുക്ക് ഈ മികവ് എന്നുള്ളത് ഷെയർ ചെയ്ത് നോക്കാം. മികവ് എന്നുള്ളത് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നു ഷെയർ ദിസ് ടാബ് ടു മീറ്റ് google.com. ഇവിടെ ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇത് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതെൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനാണ്. എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഇത് കാണുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് പൗസ് ചെയ്തതാണ്. ഞാനിത് പ്ലേ ആക്കിയിട്ട് തന്നെ കാണിച്ചു. ഇതാ കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ അയച്ച കുട്ടി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോ ശബ്ദസഹിതം കേൾക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇത് സ്റ്റോപ്പ് കൊടുക്കാൻ വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തു. അതിനി ആവശ്യമില്ല, ഞാനത് ക്ലോസ് ചെയ്തു. ഇനി രണ്ടാമത് വേറെ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പ്രസൻറ്റ് നൗ
എ ടാബ് ഇതിനകത്ത് ഇപ്പം ഞാൻ ആ ധീരെ ധീരെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ഷെയർ കൊടുക്കുന്നു. അന്നേരം ഓഡിയോ ആണെങ്കിൽ ഈ രീതിയിലാണ് വരിക. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ മൊബൈലിൽ ഈ രീതിയിൽ കാണും, ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കും. നോക്കാം നമുക്ക് എൻ്റെ മൊബൈലിനകത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതാ എൻ്റെ മൊബൈലിനകത്ത് കാണുന്നത് ഇതാണ്. അതായത് നിങ്ങളെ കുട്ടി നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ കാണും എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യും. സ്റ്റോപ്പ് പ്രസൻറ്റിങ് എന്നുള്ളത് കാണിക്കും. നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് പ്രസൻറ്റിങ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പ്ലസ് ടാബ് എടുത്തു. ഈ ടാബിനകത്ത് ഇവിടെ ഗൂഗിൾ ആപ്സ് ഉണ്ടാവും. ഗൂഗിളിനകത്തുള്ള മുഴുവൻ ആപ്സും ഇതിനകത്ത് കാണാം. അതിൽ താഴെ വരുന്ന സമയത്ത് ജാം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്തു, ജാം ബോർഡ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ പ്ലസിന് ന്യൂ ജാം ബോർഡ് എന്നുള്ളത് കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. അന്നേരം ബോർഡ് ആക്റ്റീവായി വരുന്നത് കാണാം. നമുക്ക് ബോർഡ് ആക്റ്റീവായി വന്നു. ഇനി നമുക്ക് ഈ മീറ്റിങ്ങിൽ എങ്ങനെ ബോർഡിനെ കാണിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. മീറ്റിങ്ങിൽ എങ്ങനെ ബോർഡിനെ കാണിക്കാം എന്നുള്ളതാണ്. പ്രസന്റ് നൗ എന്നുള്ളത് കൊടുക്കുന്നു, ടാബ് കൊടുക്കുന്നു. ഇവിടെ ഇതാ ജാം ബോർഡ് നേരത്തെ കണ്ടില്ലായിരുന്നു, ഇപ്പം നമ്മൾ ആഡ് ചെയ്തതാണ്. അൺടൈറ്റിൽഡ് ജാം. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സ്ക്രീനിനകത്ത് ഈ രീതിയിൽ കാണും. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പെന്നാണുള്ളത്. പെന്ന് തന്നെ പലതരത്തിലുണ്ട്. നമ്മൾ ഉറുദുക്കാർക്ക് കാലിഗ്രഫി ടൈപ്പിലുള്ള പെന്നുകൾ കാണാം. നമുക്ക് അത് ഏത് നിറത്തിൽ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. വെറുതെ ഞാനൊന്ന് ടൈപ്പ് ചെയ്തതാണ്. ഈ രീതിയിൽ നമുക്ക് ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. പെന്നിൽ പല വലിപ്പത്തിലുള്ള പെന്നും ഉണ്ട്, ബ്രഷ് ടൈപ്പ് ഉണ്ട്, കളറുകൾ സെലക്ട് ചെയ്യും. ഇനി തൊട്ട് താഴെ ഇറേസർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എററുകൾ വന്നിട്ടുണ്ടെങ്കിൽ മായ്ച്ച് കളയാൻ വേണ്ടി ഇറേസർ ഉണ്ട്. ഇറേസർ ഉപയോഗിച്ച് നമുക്ക് മായ്ച്ച് കളയാം. അതോടൊപ്പം സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെ സെലക്ട് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ എന്താണ് സ്റ്റിക്കി നോട്ട് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ നോട്ടുകൾ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിൽ എത്ര വലിയ നോട്ട്സ് ആണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് നമുക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അത് സേവായി കാണും. ഞാനിപ്പോൾ തൽക്കാലം അത് ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ആഡ് ഇമേജ് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചിത്രം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്ലോഡ് എന്നുള്ളടത്ത് ബ്രൗസ് നമ്മൾ തിരയുക. അത് എവിടെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് ക്ലാസ് എന്നുള്ളതിനകത്ത് ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ആ ചിത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. അന്നേരം അത് ഇതിലേക്ക് അപ്ലോഡായി വരുന്നുണ്ട്. ആ ചിത്രമാണ് നമ്മൾ കുട്ടികളിലേക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിത്രം ലോഡായി വരുന്നുണ്ട്. ഇതാണ് ഈ ചിത്രം. ഇത് നമ്മളെ ബോർഡിൽ ചിത്രം വരച്ചതുപോലെയാണ്. നമ്മളെ ബോർഡാണ് ശരിക്കും. ഓക്കെ, ഇത് വലുതാക്കാനും മൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇതിൽ കൂടുതൽ പരിചയപ്പെട്ട് വരുമ്പോൾ മനസ്സിലാവും. ഇനി സർക്കിൾ വരക്കാനുള്ള ഓപ്ഷന് ബോർഡാണ്. അതേപോലെ ടെക്സ്റ്റ്, നമുക്ക് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണുന്നത് ലേസർ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ബോർഡിൽ വളരെ പ്രാധാന്യമുള്ള സംഭവത്തിനെ അടിവരായിട്ട് നമ്മൾ സൂചിപ്പിക്കും. ഈ ലേസർ ടൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിക്കുന്ന സമയത്ത്
ഒരല്പസമയത്തേക്ക് അത് അടിവര കാണും, പിന്നെ അത് ഓട്ടോമാറ്റിക്കായി മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോർഡ് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് എനിക്കിത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതെല്ലാം കുട്ടികൾ കണ്ടിട്ടുണ്ടാവുമോ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ വെറുതെ എൻ്റെ മൊബൈൽ ഇതാ ഞാൻ നോക്കുകയാണ്. കണ്ടോ, ഈ എൻ്റെ സ്ക്രീനിനകത്ത് എന്താണോ ഷെയർ ചെയ്തിട്ട് ലാപ്ടോപ്പിനകത്ത് എന്താണോ ഷെയർ ചെയ്തിരിക്കുന്നത് അത് മൊബൈലിലും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജാം ബോർഡ് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് ആട്ടെ വീഡിയോസ് ആട്ടെ മറ്റു കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ളതും കൂടി പരിചയപ്പെട്ടു. അതേപോലെ കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത് പരിചയപ്പെട്ടു. അല്ലാത്ത സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാനും പരിചയപ്പെട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ സുപ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. നമുക്ക് ഇത്തരം ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനൊരു പ്രത്യേക സമയം സംസ്ഥാന അക്കാദമിക് കൗൺസിൽ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെടുക, അന്നേരം നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഏതായാലും ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിർബന്ധമായും നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ 35 കുട്ടികളുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 35 കുട്ടികളുണ്ടെങ്കിൽ ആ 35 കുട്ടികളും ലെഫ്റ്റ് അടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കോള് കട്ട് ചെയ്യാൻ വേണ്ടി പാടൂ. കാരണം നിങ്ങൾ ലെഫ്റ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ലെഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും കുട്ടികൾ അതിനകത്ത് ചിലപ്പോൾ പരസ്പരം സംസാരിക്കുന്നുണ്ടാവും. അവർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ടീച്ചർ ഇല്ലെങ്കിൽ അധ്യാപകന് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പലതും സംസാരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികളെല്ലാം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകണം എന്ന് പറഞ്ഞ് അവർ പോയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഈ ലീവ് കോൾ എന്നുള്ളത് അടിക്കാൻ വേണ്ടി പാടുള്ളൂ. എല്ലാവരും ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദൂരീകരിക്കാം. ഒരു വിഷയം ആദ്യമായി കാണുന്നവരാണെങ്കിൽ വലിയ ആശങ്കകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.